ഡിസംബർ 11 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളാഞ്ചേരി നഗരസഭയിലെ 22ാം ഡിവിഷനായ നിരപ്പിൽ LDF ആണ് വിജയിച്ചിരുന്നത്. കേവലം ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് LDF സ്ഥാനാർത്ഥി TP അബ്ദുൽ ഗഫൂർ വിജയിച്ചത്. ഈ ഒരു വോട്ട് കള്ളവോട്ടാണെന്ന് ആരോപിച്ചാണ് UDF മുനിസിപ്പൽ നേതൃത്വം രംഗത്തെത്തിയിട്ടുള്ളത്. കുറ്റിപ്പുറം പഞ്ചായത്തിൽ വോട്ട് ചെയ്ത ബന്ധുവായ സ്ത്രീയെ എത്തിച്ച് അബ്ദുൽ ഗഫൂർ കള്ളവോട്ട് ചെയ്യിച്ചെന്നാണ് UDF ആരോപണം. അനീഷ് എന്നുപേരുള്ള മറ്റൊരാളും കള്ളവോട്ട് ചെയ്തതായി UDF ആരോപിക്കുന്നു. 22ാം ഡിവിഷൻ നിരപ്പിൽ നമുക്കൊക്കെ അറിയാം, ഒരു വോട്ടിനാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി KK ബക്കർ ആ സീറ്റ് നഷ്ടപ്പെടുന്നത്. ഒരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ്. അതൊരു പരാജയം എന്ന് ഞങ്ങൾ പറയുന്നില്ല. കാരണം അട്ടിമറിയിലൂടെയാണ്, അങ്ങേയറ്റം ലജ്ജാകരമായ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിയിലൂടെയാണ് 22ാം ഡിവിഷൻ LDFൻ്റെ സ്ഥാനാർത്ഥി അവിടെ സാങ്കേതികമായി വിജയിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് അട്ടിമറി എന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ വളാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നും അത്ര പരിചിതമല്ലാത്ത വിധത്തിൽ കള്ളവോട്ട് ചെയ്തുകൊണ്ടാണ് അവിടെ ഒരു വോട്ടിന് തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നിട്ടുള്ളത്. നമ്മൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി വോട്ട് ചോരിക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോഴാണ് നമ്മുടെ മൂക്കിൻ്റെ തുമ്പത്ത് വലിയൊരു വോട്ട് ചോരിയിലൂടെ ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഒരു വോട്ടിന് തെരഞ്ഞെടുപ്പാകെ അട്ടിമറിച്ചിരിക്കുന്നത്. 20 വർഷമായി കുറ്റിപ്പുറം പഞ്ചായത്തിലെ 9ാം വാർഡിൽ സ്ഥിരതാമസക്കാരിയായ ബന്ധുവിനെയാണ് അബ്ദുൽ ഗഫൂർ കള്ളവോട്ട് ചെയ്യാൻ എത്തിച്ചതെന്നാണ് ആരോപണം. ഇവർ കുറ്റിപ്പുറം പഞ്ചായത്തിലെ 9ാം വാർഡിലെ ഹയാത്തുൽ ഇസ്ലാം മദ്രസ 2ാം ബൂത്തിലും വളാഞ്ചേരി നഗരസഭ നിരപ്പിലെ മുഖമുസുന്ന മദ്രസ ബൂത്തിലും വോട്ട് ചെയ്തതായി തെളിഞ്ഞിട്ടുണ്ടെന്ന് UDF പറയുന്നു. അതോടൊപ്പം അനീഷ് എന്നുപേരുള്ള 2 പേർക്ക് വോട്ട് ചെയ്യാൻ അവസരം നൽകിയതായും ആരോപണമുണ്ട്. ഈ 2 കള്ളവോട്ടുകളാണ് അബ്ദുൽ ഗഫൂറിനെ വിജയിപ്പിച്ചതെന്നാണ് UDFന്റെ ആരോപണം. വളാഞ്ചേരി നഗരസഭയിലെ 22ാം ഡിവിഷൻ നിരപ്പ് ഡിവിഷനിൽ നിന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ശ്രീ KK ബക്കർ വളരെ ശക്തമായൊരു പോരാട്ടമായിരുന്നു. നേരത്തെ അത് LDFൻ്റെ കയ്യിലുള്ള ഒരു വാർഡായിരുന്നു. പക്ഷേ UDFന് അതിശക്തമായ അടിത്തറയുണ്ട്. ചിട്ടയായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലൂടെ ഞങ്ങളത് തിരിച്ചു പിടിക്കുമെന്ന് എല്ലാവരും വിചാരിച്ചതും വിധിയെഴുതിയതുമാണ്. അപ്പോഴാണ് ആ പ്രദേശത്ത് താമസമില്ലാത്ത, കുറ്റിപ്പുറം പഞ്ചായത്തിൽ സ്ഥിരതാമസമായ LDF സ്ഥാനാർത്ഥിയുടെ ബന്ധു കൂടിയായ ഒരു വയോധികയെ അവിടെയും വോട്ട് ചെയ്യിച്ചു, ഇവിടെയും വോട്ട് ചെയ്യിച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്തിയിരിക്കുന്നത്. ഞങ്ങളതിൻ്റെ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. തിരൂർ മുനിസിപ്പൽ കോർട്ടിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ 12ാം തീയതി അതിൻ്റെ ഹിയറിങ്ങിന് വിളിച്ചിട്ടുണ്ട്. കോടതി കേസ് ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ കേസ് ഫയൽ നമ്പറൊക്കെ നിങ്ങൾക്ക് തരാവുന്നതാണ്. 22ാം ഡിവിഷനിൽ ആകെയുള്ള 1115 വോട്ടുകളിൽ 907 വോട്ടുകളാണ് പോൾ ചെയ്തത്. ഇതിൽ 6 പോസ്റ്റൽ വോട്ടടക്കം 402 വോട്ടുകൾ LDF സ്ഥാനാർത്ഥി TP അബ്ദുൽ ഗഫൂറിനും UDF സ്ഥാനാർത്ഥിക്ക് 401 വോട്ടും ലഭിച്ചു. കള്ളവോട്ടിനെതിരെ തിരൂർ മുനിസിപ്പൽ കോടതിയിൽ UDF കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. കേസിൽ മാർച്ച് 12 വാദം കേൾക്കും. ഈ ചാനൽ ന്യൂസ്, വളാഞ്ചേരി. എനിക്ക് നല്ല ടെൻഷനുണ്ട്. അയ്യോ ഒരു മിനിറ്റ്. അച്ഛ PG എൻട്രൻസ് അല്ലേ, മനസ്സറിഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. പഠിച്ചത് മാത്രമേ വരുള്ളൂ മോളെ. അഡ്മിഷന്റെ ഫീസിന്റെ കാര്യത്തില് അച്ഛനൊരു വഴി കണ്ടിട്ടുണ്ട്. വരിക. KSFE, ഈ നാടിന്റെ ധൈര്യം.